ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരു ലോ ബഡ്ജറ്റിൽ ഏതെങ്കിലും ഒരു ഇന്നോവ ക്രിസ്റ്റ ഉണ്ടോയെന്ന്. അപ്പോൾ ഒരു ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഇന്നോവ ക്രിസ്റ്റ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അത് വി ഓപ്ഷനാണ്, 2.4 വി, 2017 രജിസ്ട്രേഷൻ ആയിട്ട് നല്ലൊരു വാഹനം. അത് നല്ല ക്വാളിറ്റിയിൽ, വണ്ടിക്ക് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, നല്ല ക്വാളിറ്റി തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഫ്രണ്ട് ഗ്ലാസ് പോലും ചേഞ്ച് ഇല്ല. അപ്പം അത്ര ധൈര്യമായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പം ഞങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നിങ്ങൾക്ക് പുതിയ പുതിയ വണ്ടികളുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ ഹെഡ്ലൈറ്റ്, അതേപോലെ ഒരു ബോണറ്റ് എല്ലാം ഒറിജിനലാണ് വരുന്നത്. ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. മെയിനായിട്ട് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത്. ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫെൻഡർ കാണാൻ സാധിക്കുന്നുണ്ട്. ഫെൻഡറും അതേപോലെ തന്നെ ഡോറും യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്, യാതൊരു ഇഷ്യൂസും ഇല്ല. നമുക്ക് ജസ്റ്റ് അതിൻ്റെ റബ്ബറൊക്കെ ഒന്ന് അയച്ചു നോക്കുന്ന സമയത്ത് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല, നല്ല നീറ്റായിട്ട് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് തന്നെയാണ്. ഇനി ബാക്കിലെ ഡോറും അതേപോലെ തന്നെ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ക്വാളിറ്റി തന്നെയാണ് അതിൻ്റെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ചേക്കുന്നത്. ഇതിൻ്റെ പേസ്റ്റിങ് നോക്കുന്ന സമയത്ത് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ റീപ്ലേസ്മെൻറ്റോ കാണാൻ സാധിക്കുന്നില്ല. ഒരു റബ്ബർ കാര്യങ്ങളൊക്കെ നല്ല കട്ടി തന്നെയാണ് ഇരിക്കുന്നത് എല്ലാ ഭാഗവും, അതായത് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ വണ്ടി സർവീസ് പോയേക്കുന്ന ഫുള്ള് കമ്പനിയിൽ തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് സർവീസ് റെക്കോർഡ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ റബ്ബർ കാര്യങ്ങളൊക്കെ നല്ല ടൈറ്റിലായതുകൊണ്ട് നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഗ്ലാസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡ് ഗ്ലാസും, അതായത് ഓരോന്നിൽ കോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം 2017 ഗ്ലാസ്സാണ് വരുന്നത്, ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പം ഇന്നോവ ക്രിസ്റ്റയുടെ ലോഗോ കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ 2.4 വി, അതായത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, നമ്മൾ AC ക്ലൈമറ്റ് കൺട്രോൾ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണിത്. ഇനി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മൾ ഡിക്കി ഭാഗത്തേക്ക് വരുമ്പോൾ യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. പിന്നെ ഇത് ഗ്രീസ് വിത്ത് ചെളിയാണ് ഇരിക്കുന്നത്, അതൊന്ന് വാഷിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോകും. അത് കഴിഞ്ഞ് റബ്ബറിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ പക്ഷേ പഞ്ചിങ് കാര്യങ്ങൾ എല്ലാ സൈഡും ഒരേപോലെയാണ്, യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിലെ സ്വിച്ച് കാര്യങ്ങളൊക്കെ, അതായത് ബാക്ക് സൈഡിൽ പോലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, ഒരു ഇഷ്യൂസും ഇല്ല. ഈ നമുക്ക് ജസ്റ്റ് ജാക്കി കാര്യങ്ങളൊന്നും നോക്കിക്കളയാം, ജാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, അധികം യൂസോ കാര്യങ്ങളൊന്നുമില്ല. കവറൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ അവർ ജസ്റ്റ് മാറ്റ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അടിയിലേക്ക് വരുമ്പോൾ നല്ല ബ്ലാക്കിൽ തന്നെയാണ്, അതായത് ഒരു ചെളിയോ കാര്യങ്ങളോ റഫ് യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ബാക്ക് സൈഡിലാണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഡിക്കി അടയ്ക്കുന്ന സമയത്ത് ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യം, ഒരുപാട് പേർക്ക് അറിയില്ല, ജസ്റ്റ് ഇതേപോലെ ഒന്ന് കൊണ്ടുവെക്കുക, ഓട്ടോമാറ്റിക്കലി ലോക്കായി പോകും. ഇതിപ്പോൾ ലോക്കായി, കണ്ടോ, ലോക്കായി. എന്ന് വെച്ചാൽ നമ്മൾ വിയും ഇസഡും ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഫെസിലിറ്റി നിങ്ങൾക്കുണ്ട്, ജിയിൽ അതില്ല. ഇനി ഇതിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബോഡി ഇതേപോലെ കാണാൻ പറ്റും. മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഡെൻറ്റ് ഉണ്ട്, അത് ഹൈലൈറ്റ് ആയിട്ട് പറയാനൊന്നുമില്ല, ജസ്റ്റ് കാണുമ്പോൾ ഉള്ള എത്രയാണോ അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്, ഗ്ലാസും അതേപോലെ തന്നെ ഡോറും ഒറിജിനലാണ് വരുന്നത്. ഇനി ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല, അതായത് നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് ഡോർ ഇരിക്കുന്നത്, നല്ല ക്വാളിറ്റി തന്നെ. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലെ റബ്ബർ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വശവും കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും വശങ്ങൾ ഇനി സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ നമുക്ക് അത് വീഡിയോയിലല്ലാതെ വാട്സപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും, ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് ഇൻസ്പെക്റ്റ് ചെയ്തിട്ടാണ് വണ്ടികൾ എടുക്കുന്നത്. എന്ന് വെച്ചാൽ വീഡിയോയിൽ എത്രമാത്രം കിട്ടുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ മുതൽ നമ്മൾ അതും കൂടെ ആഡ് ചെയ്യുന്നതാണ്. പിന്നെ ബാക്ക് സൈഡിലൊക്കെ നമുക്ക് പിള്ളേർക്ക് വരുന്ന സമയത്ത് ചൈൽഡ് ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നതാണ്, ഇൻബിൽഡാണ്, അപ്പോൾ നിങ്ങൾക്ക് ലോക്ക് ചെയ്തും കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്ന ഭാഗമെന്ന് വെച്ചാൽ ഫ്രണ്ട് ബോണറ്റാണ് വരുന്നത്. ബോണറ്റ്, എൻജിൻ റൂമും അതിൻ്റെ അപ്രോണ കാര്യങ്ങളൊക്കെയാണ്, അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിന് മുമ്പ് തന്നെ എല്ലാ ഗ്ലാസും, അതായത് ഈ സൈഡിലെ എല്ലാ ഗ്ലാസും ഡിക്കി ഗ്ലാസ് ഒറിജിനലാണ്, വിത്ത് കോഡ് കാര്യങ്ങൾ ടൊയോട്ടയുടെയാണ് കോഡ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് എൻജിൻ റൂം ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബോണറ്റിൽ യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അതിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതിൻ്റെ പേസ്റ്റിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നല്ല നീറ്റായിട്ട് തന്നെ. പിന്നെ എൻജിൻ റൂം അത്യാവശ്യം വളരെ നീറ്റായിട്ട് തന്നെയാണ്
ഓണർ സൂക്ഷിച്ചേക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ബോണറ്റ് അതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് ബമ്പർ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ടയേഴ്സാണ്. ടയേഴ്സ് ഭാഗത്തേക്ക് വരുമ്പോൾ റീസെൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ടയേഴ്സാണ്. ഒരു 80-85 എബോ ടയേഴ്സ് എല്ലാ ടയേഴ്സിനും ഉണ്ട്, സ്റ്റെപ്പിനടക്കം ഉണ്ട്. അതും ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ, അതായത് ലോക്കൽ ടയർ കാര്യങ്ങളൊന്നുമല്ല, എല്ലാം കിടക്കുന്ന ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ടയേഴ്സാണ് കിടക്കുന്നത്. നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഉൾഭാഗം കൂടെ നോക്കിക്കളയാം. അതായത് 7 സീറ്ററിലാണ് വണ്ടി വരുന്നത്. 7 സീറ്ററിൽ നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് ഇൻറ്റീരിയറിലും ഇരിക്കുന്നത്. മുകളിൽ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്, AC കൺട്രോൾ വരുന്നുണ്ട്. നമുക്ക് അതേപോലെ തന്നെ എക്കോ മോഡ്, പവർ മോഡ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതായത് പിന്നെ അതിലും കൂടുതൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ, അതായത് 2017 നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ, AC കൺട്രോൾ എല്ലാം വരുന്നത്. അതായത് ടോപ്പ് എൻ്റെ വേരിയൻ്റ് ആണ്, അതായത് V ഓപ്ഷനിലാണ് വരുന്നത്. പിന്നെ വണ്ടിക്ക് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഒരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് വണ്ടി മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ഒന്നും കൂടെ കേട്ടോ. 2017 രജിസ്ട്രേഷൻ ആയിട്ടുള്ള വാഹനമാണ്, സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ ഓടിയേക്കുന്നത് 2,20,000 വിത്ത് സർവീസ് റെക്കോർഡുണ്ട്. മൊത്തം കമ്പനിയിൽ തന്നെയാണ്, പുറത്തുനിന്ന് യാതൊരു തരത്തിലുള്ള സർവീസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. വണ്ടിക്ക് ഒരു പീസ് പോലും റീപ്ലേസ്മെൻ്റ് ഇല്ല. എല്ലാ ഗ്ലാസും എല്ലാ ഡോറ് കാര്യങ്ങളും പട്ടി അടക്കം ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ്. വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 11,45,000 രൂപത്തുള്ള ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഓണർ ചെയ്ത് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പലരും നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മേടിക്കാൻ പറ്റുന്നു അത്രയും നല്ലതാണ്. എന്ന് വെച്ചാൽ വണ്ടിക്ക് ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അതാണ് ഹൈലൈറ്റ്. പിന്നെ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി, മുഴുവനും സർവീസ് ഹിസ്റ്ററി, അതായത് വണ്ടി എടുത്തപ്പം തൊട്ട് ഇന്ന് 2025 വരെയുള്ള സ്റ്റിൽ സർവീസ് ഹിസ്റ്ററി കമ്പനിയിൽ നിന്നുണ്ട്. അതുകൊണ്ട് ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇതേപോലെയുള്ള വാഹനങ്ങൾ നിങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ വണ്ടികൾ പുതിയതായി വരുമ്പോൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടും. പിന്നെ നിങ്ങളുടെ ബന്ധുക്കളോ ഫ്രണ്ട്സോ ഫാമിലിയോ ആരായിക്കോട്ടെ നിങ്ങൾക്ക് മേടിക്കാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെൽപ്പുമാണ്. അവർക്ക് ഇതേപോലത്തുള്ള നല്ല വണ്ടികൾ അത് ലോവസ്റ്റ് പ്രൈസിൽ നല്ല ക്വാളിറ്റിയിൽ ഡൽഹിയിൽ നിന്ന് കരസ്ഥമാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഏത് സംസ്ഥാനം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡൽഹിയിലെ വാഹനങ്ങൾക്ക് വിലക്കുറവാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ റൂൾസ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം നമ്മളും കൂടെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ല നല്ല വാഹനങ്ങൾ മേടിച്ച് തരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നല്ലൊരു വാഹനം കരസ്ഥമാക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ശുഭദിനം, ബൈ.